അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ പാർട്ട്ണർ മെർമെയ്ഡ് ഹോട്ടൽ കൊച്ചി, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മെർമെയ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാകാരന്മാർ എല്ലാവരും ഇപ്പോൾ എല്ലാ മുൻനിര ചാനലുകളിലെ എല്ലാ ഷോകൾക്കും ഒരുമിക്ക എല്ലാവരും എഴുതാനിരിക്കും. നമ്മുടെ കുടുംബം തന്നെയാണ് മെർമെയ്ഡ്. അതെ അതെ. അപ്പോൾ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈ കൊടുത്തേ. ഞങ്ങൾ വീടുകളിൽ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ റൈറ്റലിന്റെ ഓഫീസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു സ്നേഹ സമ്മാനം, ഒരു മൊമെന്റോ മെർമെയ്ഡിനെ ഞങ്ങൾ നൽകിയാണ്. റൈറ്റലിന്റെ സ്നേഹ ഉപഹാരം. സെക്രട്ടറി ശ്രീ അനൂപ് കൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. കണ്ണനുണ്ണിയുടെ മകനാണ് നമ്മുടെ ഞാൻ പറഞ്ഞ 2ാം സ്ഥാനത്തിലേക്കുള്ള പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന അനൂസ് ഹെപ്സിൻ്റെ ഒപ്പം കണ്ണനുണ്ണിക്കും വരാം, അനൂസിനും വരാം. വാ പ്ലീസ്, മോസ്റ്റ് വെൽക്കം. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്താണ് മോന്റെ പെർഫോമൻസ്, എന്താണ് മോൻ ചെയ്യാൻ പോകുന്നത് മോനെ? അതിനു മുൻപ് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അതായത് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ബാങ്കോക്കിൽ പോയി ഒരു വലിയ ഫാഷൻ ഷോയിൽ മോഡലാകാൻ പോകുന്നൊരു താരമാണ്. അത് ഇന്ത്യയുടെ അഭിമാനമാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനമാണ്. പിന്നെ നമ്മുടെ മീഡിയ സ്പോൺസർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മൂവി വേൾഡ് മീഡിയയാണ്. മൂവി വേൾഡ് മീഡിയ അതിൻ്റെ എല്ലാ ക്രൂസിനും ഒരിക്കൽ കൂടി നമ്മളുടെ ഹൃദയത്തെ തൊട്ടുള്ള കൃതജ്ഞത അർപ്പിക്കുന്നതോടൊപ്പം തന്നെ, അപ്പോൾ കണ്ണനുണ്ണി, എന്താണ് മോൻ അപ്പുണ്ണിയുടെ ഈ പുതിയ ഒരു വെഞ്ചറിനെ കുറിച്ച് പറയാനുള്ളത്? ബാങ്കോക്കിലേക്ക് എന്തിനാണ്? എല്ലാവർക്കും നമസ്കാരം. ഇത് മോൻ അപ്പുണ്ണി. അദ്ദേഹം ചെറുതായിട്ട് മിമിക്രിയൊക്കെ ചെയ്യുന്ന ആളാണ്. അതോടൊപ്പം മിമിക്രി പ്ലസ്സായി വന്ന ഒരു ഷോ ആയിരുന്നു കഴിഞ്ഞ ഫാഷൻ റൺവേയുടെ ഫാഷൻ ഷോ മത്സരത്തിന് ചുമ്മാ പോയതാണ്. അദ്ദേഹം കേരളത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് മത്സരിക്കാൻ യോഗ്യനായി. ഒപ്പം തന്നെ ഇന്ത്യയുടെ സെക്കൻഡ് റണ്ണറപ്പായി തായ്ലൻഡിൽ നടക്കുന്ന വേൾഡ് ഫൈനലിൽ 75 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഷോയിലേക്ക് പോവുകയാണ്. അത് അഭിമാനത്തോടെ പറയുകയാണ്. അതിൽ നമ്മളുടെ മിമിക്രിയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്ലസ് പോയിൻ്റ് ആയത്. കാരണം വെറൈറ്റി ടാലൻറ്റ് റൗണ്ടിൽ മിമിക്രിയാണ് അദ്ദേഹം ചെയ്തത്. വാക്കിനോടൊപ്പം അതൊരു പ്രധാന റൗണ്ടായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പ്രധാന റൗണ്ട് ടാലൻറ്റ് റൗണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ടാലൻറ്റ് നമുക്കൊന്ന് അറിയണം അല്ലേ? അതെ, നമുക്ക് ചെയ്താലോ മിമിക്രി? റെഡിയല്ലേ? റെഡിയല്ലേ? അത് മൈക്ക് കൊടുത്തേ. ഓക്കെ, എന്താ ചെയ്യാൻ പോകുന്നത്? മിമിക്രിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തേ. ചെയ്തോ. എൻ്റെ പേര് അപ്പുണ്ണി. ഞാൻ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് അപ്പുണ്ണി. ഞാൻ മിമിക്രി കലാകാരനാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്ന ട്രെയിൻ. അടിപൊളി. നെക്സ്റ്റ് നല്ലൊരു കൈയ്യടി കൊടുത്തേ. അടുത്ത ജമുന പിടിക്കട്ടെ. ഓക്കെ, ജനാർദ്ദനൻ. അയ്യോ, ഇവിടെ ഞരമ്പൊക്കെ പൊന്തി വന്നു. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടോ? കുതിര. അടിപൊളി. അല്ല, തീപ്പെട്ടിക്കൂട് കുലുക്കുന്ന സൗണ്ട്. തീപ്പെട്ടിക്കൂട്. അടുത്ത 2 കുട്ടികളുടെ പെർഫോമൻസ് ആണ്. അതെ, അതൊരു കോമ്പറ്റീഷൻ ആണോ? അത് കോമ്പറ്റീഷൻ ഐറ്റം അല്ല. അപ്പൊ അവരെ വിളിക്കാം നമുക്ക്. റെഡി? യെസ്, നമസ്കാരം. എന്താണ് മോന്റെ പേരെന്താണ്? നിരഞ്ജൻ.
പേരെന്താ? നിരഞ്ജൻ. മൈക്കിൽ പറ. ഏ ദേവനന്ദൻ. ദേവനന്ദ. ഇത് ഷിബു കൊഞ്ചിറയുടെ മോനാരാ? അതെ, ഇവൻ നമ്മുടെ റൈറ്റലിലെ മെമ്പറാണ്. നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണ്, നല്ല പെർഫോമറാണ് ഷിബു. അദ്ദേഹത്തിൻ്റെ മകനാണ്. നല്ല പെർഫോമർ ആയിരിക്കും അല്ലേ? അച്ഛൻ്റെ പേര് കളയാതെ അടിച്ചു പൊളിക്കാം. മോനെ, ഇവിടെ അടുത്ത് ജ്യൂസ് കട എവിടെയാ ഉള്ളത്? ജ്യൂസ് കട, ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അണ്ണൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ പാർട്ട് ടൈമായിട്ട് ഒരു ജ്യൂസ് കടയിൽ ജ്യൂസ് അടിക്കാൻ നിൽക്കുമായിരുന്നു. ഏതണ്ണൻ? വർമ്മണ്ണൻ. വർമ്മയോ? അതാരാ? വർമ്മണ്ണനെ അറിയാൻ പാടില്ലേ? ഇതിപ്പോൾ ഒരുട്ടാ. നമ്മ പാക്കത്തെ വില നമ്മ കറക്റ്റാ പാത്താ തന്നെ നമ്മുടെ കടയിൽ ജ്യൂസ് കുടിക്കാൻ വരുന്നവർ ഹാപ്പി ആയിട്ട് ജ്യൂസ് കുടിച്ചിട്ട് പോകും. ഞാൻ സത്യമാ சொல்ற സാറേ, ചുമ്മാ ഹോബിക്കാക ജ്യൂസ് അടിക്കലേ. 100% പ്രൊഫഷണൽ. മനസ്സിലായോ? മനസ്സിലായി. ഇപ്പം മനസ്സിലായി, എനിക്ക് ഇപ്പം മനസ്സിലായി. എൻ്റെ 240 കാടി എവിടെ? നീ ജ്യൂസ് അടിക്കാനായിട്ട് 240 കോടി കൊണ്ടുപോയിട്ട് എവിടെ? എന്നെ പറ്റിച്ചു. നീ എന്നെ പറ്റിച്ചു എന്നാ നീ പറ്റി. ദിസ് ഇസ് റാങ്, ദിസ് ഇസ് റാങ്, ദിസ് ഇസ് റാങ്, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റാങ്. എനിക്ക് ഞാൻ ലൈവ് ഇടാൻ പോണേ. നീ എന്നെ പറ്റിച്ചോണ്ട് ഞാൻ ലൈവ്. എന്ത് ഇതിൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ സോഷ്യൽ മീഡിയ സൈബറും ഒക്കെ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക. അതിന് ചതിക്കുള്ളിൽ നിന്നും ഈ യുവതലമുറയെ രക്ഷിക്കുന്ന ചുമതല നിങ്ങൾക്കൊക്കെയാണ്. മനസ്സിലായോ? ചേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇവർക്ക് മനസ്സിലായോന്ന് എനിക്കറിയില്ല. ചേട്ടന് മനസ്സിലായോ? മനസ്സിലായി. ചേട്ടൻ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ നല്ലതാണ്, പവർഫുൾ ആണ്, ഭയങ്കര പവർഫുൾ ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. നല്ല 8ന്റെ പണി, 16ന്റെ പണി, 22ന്റെ പണി ഒക്കെ കിട്ടും. അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടൊക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുക. കുട്ടിക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. ഇപ്പോൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. പണ്ട് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ ടിക്ടോക്കിൽ അഡിക്റ്റ് ആയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ആറ്റിറ്റ്യൂഡ് ഇടുക, പിന്നെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ബെല്ലൈക്കണിൽ മണി അടിക്കാൻ പറയുക. ഇതൊക്കെയായിരുന്നു അവൻ്റെ ഹോബി. എൻ്റെ പൊന്നർജുൻ ചേട്ടാ, എനിക്ക് അവൻ അറിയാന്നേ. അവൻ എൻ്റെ വീടിനടുത്ത. അവനോട് ഞാനൊരു 100-110 തവണ പറഞ്ഞതാ മണിയടിക്കില്ലേ മണിയടിക്കില്ലേ മണിയടിക്കില്ലേന്ന്. അവൻ ഒരു കാരണവശാലും കേൾക്കൂല. ബ്ലേഡി ഫുൾ അല്ല. പിന്നെ അമ്പാൻ മോനെ, മോൻ പറഞ്ഞ കടയിലെ പൈനാപ്പിൾ ജ്യൂസ് കിട്ടുമോ? അണ്ണൻ നല്ല മഞ്ഞ കളറിൽ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോ പറഞ്ഞില്ലേ, ഇപ്പോ ഈ പൈനാപ്പിൾ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം അതിനകത്ത് ആ മഞ്ഞ കളർ എൻ്റെ ഇവിടെ 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 നെഞ്ചത്താക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ജ്യൂസ് കുടിക്കാൻ പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകണം പ്ലീസ്. ശശി ചേട്ടാ പ്ലീസ് ഒന്ന് കൊണ്ടുപോകണം. കൊണ്ടുപോകാം, ഒന്ന് അടങ്ങി നിൽക്കവിടെ. മോനെ, മോൻ്റെ ആ അണ്ണനോട് പറയണം, നല്ല ചുമന്ന മുന്തിരി എടുത്ത് ജ്യൂസ് അടിച്ച് കുടിച്ചാലുണ്ടല്ലോ കലക്കും. മോനെ, അണ്ണനോട് പറയാൻ ശ്രദ്ധിക്കണം കേട്ടോ അമ്പാ മോനെ. ശ്രദ്ധിക്കാം, ഇനി തൊട്ട് ശ്രദ്ധിക്കാം. നമുക്ക് ജ്യൂസ് കുടിക്കാൻ പോയാലോ? വാ പോകാം.